പെരിയാർ. അതെ, മുല്ലപ്പെരിയാറിനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ് മുല്ലപ്പെരിയാറിന്റെ ചരിത്രം? എന്തിനാണ് കേരളത്തിലെ ജനങ്ങൾ മുല്ലപ്പെരിയാറിനെ ഇത്രത്തോളം പേടിക്കുന്നത്? അല്ലെങ്കിൽ ഇതൊരു ജലബോംബാണ് എന്ന് എന്തുകൊണ്ടാണ് പറയപ്പെടുന്നത്? ഇതെല്ലാം അറിയണമെങ്കിൽ ആദ്യം മുല്ലപ്പെരിയാറിന്റെ ചരിത്രത്തെ പറ്റി നമ്മൾ അറിയേണ്ടതുണ്ട്. ആദ്യം നമുക്ക് ചരിത്രത്തിലൂടെ ഒന്ന് കണ്ണോടിക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണാം. കേരളത്തിലെ ഇടുക്കി ജില്ലയിലുള്ള ഒരു അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഉപജ്ഞാതാവും സൃഷ്ടികർത്താവുമായി അറിയപ്പെടുന്ന ഇംഗ്ലീഷുകാരനാണ് ജോൺ പെനി ക്യൂക്ക്. പീരുമേട് താലൂക്കിൽ കുമിളി പ്രദേശത്താണ് ഈ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഈ പഞ്ചായത്തിലെ തമിഴ്നാട് അതിർത്തിയിലെ ശിവഗിരി മലകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന വിവിധ പോഷക നദികൾ ചേർന്നുണ്ടാകുന്ന മുല്ലയാർ പെരിയാർ നദിയായി അറിയപ്പെടുന്നു. മുല്ലയാർ നദിക്കു കുറുകെ പണിതിരിക്കുന്ന അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട്. തേക്കിടിയിലെ പെരിയാർ വന്യജീവി സങ്കേതം ഈ അണക്കെട്ടിന്റെ ജലസംഭരണിക്ക് ചുറ്റുമായി സ്ഥിതി ചെയ്യുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ശേഖരിക്കപ്പെടുന്ന നിശ്ചിത അളവ് വെള്ളം തമിഴ്നാട്ടിൽ ജലസേചനത്തിനും വൈദ്യുതി നിർമ്മാണത്തിനുമായി ഉപയോഗിക്കുന്നുണ്ട്. അണക്കെട്ടിൽ നിന്നും പെൻസ്റ്റോക്ക് പൈപ്പുകൾ വഴി ആണ് ഈ വെള്ളം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. തമിഴ്നാട്ടിലെ വൈഗാ നദിയുടെ താഴ്വരയിലെ പ്രദേശങ്ങൾക്ക് ജലസേചനത്തിനായി പെരിയാർ വൈഗൈ ജലസേചന പദ്ധതിയിൽ നിർമ്മിച്ച ഈ അണക്കെട്ട് ഏറെ കാലങ്ങളായി രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് വിഷയമായിരിക്കുകയാണ്. ജലനിരപ്പ് ഉയർത്തണമെന്ന് തമിഴ്നാട് ആവശ്യപ്പെടുകയും എന്നാൽ ആ നടപടി അണക്കെട്ടിന്റെ സുരക്ഷയെ ബാധിക്കുമെന്ന് പറഞ്ഞ് കേരള സർക്കാർ ഈ ആവശ്യത്തെ നിരാകരിക്കുകയും ചെയ്തു. 1961 വെള്ളപ്പൊക്കത്തോടുകൂടിയാണ് യഥാർത്ഥത്തിൽ ഈ അണക്കെട്ടിന്റെ സുരക്ഷയെ ചൊല്ലിയുള്ള വാദങ്ങളും എതിർവാദങ്ങളും എല്ലാം ഉയർന്നു വന്നത്. സുർക്കി മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ട കാലപ്പഴക്കം ചെന്ന ഈ അണക്കെട്ടിന് ശക്തമായ വെള്ളപ്പാച്ചിലിനെ പ്രതിരോധിക്കാൻ കഴിയില്ലെന്നും അതിനാൽ തന്നെ അണക്കെട്ടിന്റെ താഴ്വരയിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് ഈ അണക്കെട്ട് സുരക്ഷാ ഭീഷണിയാണെന്നും പ്രമുഖ വാർത്താ മാധ്യമ പത്രമായ ടൈംസ് ഓഫ് ഇന്ത്യ അക്കാലത്ത് തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. 2014 മെയ് 7 സുപ്രീം കോടതിയുടെ 5 അംഗ ബെഞ്ചിന്റെ വിധി തമിഴ്നാടിന് അനുകൂലമായി വന്നു. ഈ വിധി കേരളത്തിന് തികച്ചും പ്രതികൂലമായിരുന്നു. 136 അടിയിൽ നിന്നും 142 അടിയിലേക്ക് ജലനിരപ്പ് ഉയർത്തണമെന്നും അണക്കെട്ടിന്റെ നിരീക്ഷണത്തിന് ഒരു 3 അംഗ സമിതിയെ നിയോഗിക്കാമെന്നും അന്നത്തെ സുപ്രീം കോടതി വിധിയിൽ പറയുന്നു. ഇനി ഈ ഒരു അണക്കെട്ടിന്റെ നിർമ്മാണ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അറബിക്കടലിലേക്ക് ഒഴുകിയിരുന്ന കേരളത്തിലെ പെരിയാർ നദിയിലെ വെള്ളം ഒരു അണക്കെട്ട് നിർമ്മിച്ച് ബംഗാൾ ഉൾക്കടലിലേക്ക് തിരിച്ചുവിടാൻ കഴിഞ്ഞാൽ മദ്രാസിലെ, അതായത് ഇപ്പോഴത്തെ ചെന്നൈയിലെ കഠിന വരൾച്ച അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളായ മധുര, രാമനാഥപുരം, ദിണ്ടിഗൽ, കമ്പം, തേനി മുതലായ പ്രദേശങ്ങൾക്ക് കാർഷിക ആവശ്യങ്ങൾക്ക് ആവശ്യമായ വെള്ളം ലഭിക്കാമെന്നതായിരുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ പ്രധാന നിർമ്മാണ ഉദ്ദേശം. ഈ പ്രദേശത്തേക്ക് വെള്ളം എത്തിച്ചുകൊണ്ടിരിക്കുന്നത് വൈഗൈ നദിയിലൂടെയായിരുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ട് നടപ്പിൽ വന്നാൽ വൈഗൈ നദിയിലൂടെ ലഭ്യമാകുന്ന ജലത്തേക്കാൾ കൂടുതൽ വെള്ളം മുല്ലപ്പെരിയാറിൽ നിന്ന് കിട്ടുമെന്നത് ഈ പദ്ധതിയുടെ മറ്റൊരു പ്രധാന ഉദ്ദേശ ലക്ഷ്യമായിരുന്നു. ഇനി ഇതിന്റെ പഴക്കം. മുല്ലപ്പെരിയാർ ഡാം പണി തീർന്നു കുറച്ച് വർഷങ്ങൾക്കുള്ളിലുള്ള കാഴ്ച. ലോകത്തില് ഇന്ന് നിലവിലുള്ള ഉയരം കൂടിയ ഭൂഗുരുത്വ അണക്കെട്ടുകളിൽ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ടാണ് മുല്ലപ്പെരിയാറിലേത്. നിർമ്മാണ കാലഘട്ടത്തിൽ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായിരുന്നു എന്നും നിങ്ങൾ ഓർക്കണം. സുർക്കി മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിച്ച ഈ അണക്കെട്ട് ഇന്നും ലോകത്ത് നിലവിലുള്ള ഏക അണക്കെട്ട് എന്ന പ്രത്യേകതയും ഇതിന് ഉണ്ട്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ടുകളിൽ ഒന്നാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട്. കേരളത്തിൽ തന്നെ ഉത്ഭവിച്ച് കേരളത്തിൽ തന്നെ അവസാനിക്കുന്ന വൃഷ്ടി പ്രദേശമാണ് അണക്കെട്ടിന് ഉള്ളത്. ബ്രിട്ടീഷ് സാമ്രാജ്യ ഭരണകാലത്ത് കേരളത്തിലെ പശ്ചിമഘട്ട പ്രദേശത്തു നിന്നും മഴനിഴൽ പ്രദേശങ്ങളായ മധുര, തേനി തുടങ്ങിയ തമിഴ് ഭാഗങ്ങളിലേക്ക് ജലസേചനത്തിനായി ജലമെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നിർമ്മിച്ചിട്ടുള്ളതാണ് ഈ അണക്കെട്ട്. അസ്ഥിവാരത്തിൽ നിന്ന് ഏതാണ്ട് 53.6, അതായത് 176 അടി അണക്കെട്ടിന്റെ ഉയരം, നീളം 1200 അടിയും. 1895 നിർമ്മിച്ച മുല്ലപ്പെരിയാർ അണക്കെട്ട് 999 വർഷത്തേക്കാണ് തമിഴ്നാട് പാട്ടത്തിനെടുത്തിരിക്കുന്നതെന്ന് പറയപ്പെടുന്നു. അണക്കെട്ട് നിലനിൽക്കുന്നത് കേരളത്തിന്റെ സ്ഥലത്താണെങ്കിലും അതിന്റെ നിയന്ത്രണം തമിഴ്നാടിന്റെ കൈവശമാണ് ഉള്ളത്. അണക്കെട്ടിന്റെ സുരക്ഷ സംബന്ധിച്ച വിഷയം രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് വഴിവെച്ചിരിക്കുന്നതും ഇതുകൊണ്ടാണ്. ഒരണക്കെട്ടിന്റെ പരമാവധി കാലാവധി 60 വർഷമാണെന്നിരിക്കെ 100 വർഷത്തിനു മുകളിൽ പഴക്കമുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ട് അതിന്റെ പ്രാന്തപ്രദേശങ്ങളിലുള്ളവർക്കും കേരളത്തിലെ 5 ജില്ലകളിലെ ജനങ്ങളുടെയും ജീവനും
സ്വത്തിനും ഭീഷണിയാണെന്ന വാദം കേരളം ഉയർത്തുമ്പോൾ ഇതിനെക്കുറിച്ച് നടന്നിട്ടുള്ള ശാസ്ത്രീയ പഠനങ്ങൾ ചൂണ്ടിക്കാണിച്ച് കേരളത്തിന്റെ വാദങ്ങൾക്ക് കഴമ്പില്ലെന്ന് തമിഴ്നാടും വാദിക്കുന്നു. പെരിയാർ പാട്ടക്കരാർ ഇന്ത്യ സ്വാതന്ത്ര്യമാവുന്നതിനു മുമ്പ് നിലവിൽ വന്നതാണെന്നും ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയപ്പോൾ ബ്രിട്ടീഷുകാരും ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളും തമ്മിൽ നിലനിന്നിരുന്ന എല്ലാ ഉടമ്പടികളും കരാറുകളും സ്വയമേവ റദ്ദായെന്നും കേരളം സുപ്രീം കോടതിയിൽ വാദിച്ചിരുന്നു. 1886 ഒക്ടോബർ 29 മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിക്കാനുള്ള പെരിയാർ പാട്ടക്കരാർ പെരിയാർ ലീസ് ഡീഡ് ഒപ്പുവെക്കപ്പെട്ടത്. തിരുവിതാംകൂറിനു വേണ്ടി മരാമത്ത് സെക്രട്ടറി കെ. രാമയ്യങ്കാരും മദിരാശിക്കു വേണ്ടി സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ചൈൽഡ് ഹാനിങ്സ്റ്റണും ആണ് കരാറിൽ ഒപ്പുവെച്ചത്. നദിയുടെ 155 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന 8000 ഏക്കർ സ്ഥലവും നിർമ്മാണത്തിനായി 100 ഏക്കർ സ്ഥലവുമാണ് പാട്ടമായി നൽകിയിരിക്കുന്നത്. 999 വർഷത്തേക്കാണ് കരാർ. മദ്രാസ് സർക്കാർ കരാർ പുതുക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ വീണ്ടും 999 വർഷത്തേക്ക് കരാർ നൽകേണ്ടി വരും. പാട്ടത്തുകയായി ഏക്കറിന് 5 രൂപ തോതിൽ 40,000 രൂപയാണ് വർഷം തോറും തിരുവിതാംകൂറിന് ലഭിച്ചിരുന്നത്. വെള്ളം മദ്രാസ് സംസ്ഥാനത്തിലെ മധുര, രാമനാഥപുരം എന്നീ ജില്ലകളിലെ ജലസേചനത്തിനായി ഉപയോഗിക്കുമെന്നാണ് വ്യവസ്ഥ. കരാറിന്റെ കാര്യത്തിൽ തർക്കമുണ്ടായാൽ ഇരുഭാഗത്തു നിന്നുമുള്ള ഓരോ മധ്യസ്ഥന്മാരോ അമ്പയർമാരോ ഉൾപ്പെടുന്ന ട്രൈബ്യൂണലിന് വിടാം. 999 വർഷത്തേക്ക് എഴുതിയ കരാർ ഒരു വിഡിത്തമായിരുന്നുവെന്നും കരുതപ്പെടുന്നു. കാരണം അണക്കെട്ടിന്റെ കാലാവധിയേക്കാൾ നീണ്ടു നിൽക്കുന്ന ഒരു കരാറായിരുന്നു ഒപ്പുവെച്ചിരിക്കുന്നത്. അണക്കെട്ടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ 2000 പദ്ധതി പ്രദേശത്തുണ്ടായ ഭൂമികുലുക്കത്തോടു കൂടിയാണ് കേരളത്തിന്റെ ആശങ്കകൾ ശതഗുണീഭവിച്ചത്. മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ദ്രംശ രേഖകൾക്ക് മുകളിലാണെന്നും ചില പഠനങ്ങൾ പറയുന്നു. അണക്കെട്ട് സുരക്ഷിതമാണെന്ന് തമിഴ്നാട് അവകാശപ്പെടുമ്പോൾ അതിന്റെ ഭീതിജനകമാണെന്ന് കേരളം പറയപ്പെടുന്നു. സഹായക അണക്കെട്ടായ ബേബി ഡാമും ഭീതിജനകമാണെന്ന് കേരളത്തിന്റെ വാദം. എന്നാൽ അണക്കെട്ട് 1922 1965 സിമന്റ് ഉപയോഗിച്ച് ബലപ്പെടുത്തിയെന്നും ഭയപ്പെടാനൊന്നുമില്ലെന്നും തമിഴ്നാടിന്റെ മുഖ്യ എഞ്ചിനീയർ പറയുമ്പോൾ സിമന്റ് പഴയ സുർക്കിക്കൂട്ടിൽ വേണ്ടത്ര ചേരില്ലെന്ന് കേരളത്തിന്റെ വിദഗ്ധർ പറയുന്നു. 1902 തന്നെ അണക്കെട്ട് നിർമ്മാണത്തിന്റെ പ്രധാന കൂട്ടായ ചുണ്ണാമ്പ് വർഷം 30.48 ടൺ വീതം നഷ്ടപ്പെടുന്നുണ്ടായിരുന്നെന്നും ഇപ്പോൾ അത് അനേകം ഇരട്ടിയായി വർദ്ധിച്ചുണ്ടാകുമെന്നും ആണ് കേരളത്തിന്റെ വാദം. 1979-81 കാലഘട്ടത്തിൽ നടത്തിയ ബലപ്പെടുത്തൽ അണക്കെട്ടിന് ബലക്ഷയമാണ് വരുത്തിവെച്ചത് എന്ന് ഇതിനെക്കുറിച്ച് പഠിച്ച എം ശശിധരന്റെ റിപ്പോർട്ടിൽ പറയുന്നു. അണക്കെട്ടിന്റെ ചുറ്റളവിൽ റിക്ടർ സ്കെയിലിൽ 4 മുകളിൽ വരുന്ന ഭൂകമ്പങ്ങൾ അണക്കെട്ടിന് ഗുരുതര ഭീഷണിയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ടായിരുന്നു. താൽക്കാലിക ബലപ്പെടുത്തൽ ഇനി നിലനിൽക്കില്ലെന്നും മറിച്ച് പുതിയ ഡാം മാത്രമാണ് പരിഹാരമെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 2006 നവംബർ 24 അണക്കെട്ടിന്റെ സുരക്ഷയെ സംബന്ധിച്ച് പഠിക്കാൻ നാവികസേനാ വൃന്ദങ്ങൾ എത്തിയെങ്കിലും കേന്ദ്ര നിർദ്ദേശത്തെ തുടർന്ന് അവർ പഠനം നടത്താതെ മടങ്ങുകയായിരുന്നു. 2011 നവംബർ 27 അണക്കെട്ടിന്റെ ജലനിരപ്പ് 136 അടി ആയി ഉയർന്നു. സുരക്ഷാ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? മുല്ലപ്പെരിയാർ അണക്കെട്ടിന് 129 വർഷത്തെ പഴക്കമുണ്ട്. ഒരു അണക്കെട്ടിന്റെ കാലാവധി 50 വർഷമാണ്. വേണ്ടത്ര മുൻകരുതൽ എടുത്താലും ഒരു ദുരന്തത്തെ അതിജീവിക്കാൻ ഈ അണക്കെട്ടിന് കഴിയില്ല. 2. നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്ന മിശ്രിതങ്ങൾ ഇത് കാലപ്പഴക്കത്തെ അതിജീവിക്കുന്നില്ല. ഏറെ ഭാഗം ഒഴുകിപ്പോയി. അത് ഒരു കാരണമാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ട് നിലനിൽക്കുന്നത് ഭൂകമ്പ ഭ്രംശ പ്രദേശ മേഖലയിലാണ്. അണക്കെട്ട് പരിപാലിക്കുന്നതിൽ വന്ന വീഴ്ചകളും ഇതിനൊരു കാരണമാണ്. അണക്കെട്ടിന്റെ ആകെ ഉയരത്തേക്കാൾ കൂടുതൽ വെള്ളം പൊങ്ങിയാൽ മുകളിലൂടെ വരുന്ന വെള്ളം അണക്കെട്ടിന്റെ താഴെ പതിക്കുകയും ആ സമ്മർദ്ദത്തിൽ അണക്കെട്ടിന്റെ അടിത്തറ ഇളകുകയും അണക്കെട്ട് നിലം പതിക്കുകയും ചെയ്യും. ഇതുകൂടാതെ അണക്കെട്ടിന്റെ അടിഭാഗം ഇളകി മറിയുകയും നിരങ്ങി മാറുകയും ചെയ്യാം. പെട്ടെന്നുണ്ടായ പ്രളയജലത്തിൽ മധ്യപ്രദേശിലെ ടിഗ്ര അണക്കെട്ട് ഇപ്രകാരം ആണ് നിലം പതിച്ചത് എന്നും ഓർമ്മിപ്പിക്കുന്നു. ഇനി ഇതിന് പ്രശ്നപരിഹാരത്തിന് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഇതൊക്കെയായിരുന്നു. മുല്ലപ്പെരിയാർ ഡാമിന്റെ തകരുവാനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ട് പലവിധ പ്രശ്നപരിഹാരങ്ങളും മുന്നോട്ട് വെക്കപ്പെട്ടിട്ടുണ്ട്. അവ പ്രധാനമായും ഇവയാണ്: നിലവിലുള്ള ഡാമിന് താഴെ പുതിയൊരു അണക്കെട്ട് പണിയുക, നിലവിലുള്ള ഡാമിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുക. രണ്ടാമത്തത്, നിലവിലുള്ള ഡാം സുരക്ഷിതമാണ്. ഏതെങ്കിലും ബലക്ഷയം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. ഡാം ബലപ്പെടുത്തണം.
അതാണ് ഒരു ഇത്. നിലവിലുള്ള ഡാമിലെ ജലനിരപ്പ് കുറച്ച് തടയണയാക്കി നിലനിർത്തുക, അപകട സാധ്യത കുറയ്ക്കുക. ജലനിരപ്പ് കുറയ്ക്കുന്നതിനനുസരിച്ച് തമിഴ്നാടിനായുള്ള ജലലഭ്യത ഉറപ്പുവരുത്താൻ തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുവാൻ ആവശ്യമായ ആഴത്തിൽ പുതിയ ടണലുകൾ നിർമ്മിക്കുക. ഇത് വേറൊരു ഇത്. ഇനി നാലാമത്, മുല്ലപ്പെരിയാറിലെ വെള്ളം ഇടുക്കിയിൽ സംഭരിക്കുക, അവിടെ നിന്നും പുതിയ ടണൽ മാർഗം തമിഴ്നാടിന് വെള്ളം നൽകുക, മുല്ലപ്പെരിയാർ ഡാം നിർജീവമാക്കുക എന്നതായിരുന്നു അടുത്തത്. ഒന്നാമത്തെ അഭിപ്രായം മുല്ലപ്പെരിയാറിൽ സമരം നടത്തിവരുന്ന മുല്ലപ്പെരിയാർ സമരസമിതിയും കേരള ഗവൺമെന്റും മുന്നോട്ട് അന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ നിർദ്ദേശം തമിഴ്നാട് ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്നതാണ്. മുല്ലപ്പെരിയാറിനെ പറ്റിയുള്ള കുറച്ച് ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. വിക്കിപീഡിയയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. വിക്കിപീഡിയയിൽ ഇതിനെക്കാട്ടും കൂടുതൽ ഒരു വാസ്റ്റ് ആയിട്ടുള്ള സംഭവം വിക്കിപീഡിയയിലുണ്ട്. നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. പക്ഷേ ഇപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു കരാർ, ഈ ഒരു ഉടമ്പടിയാണ് നമുക്ക് മുന്നിലുള്ള ഏറ്റവും വലിയൊരു തടസ്സം. അതായത് കേരളത്തിൽ മാത്രം സ്ഥിതി ചെയ്യുന്ന ഒരു ഡാമിൽ നമുക്ക് ഇത് ഡീകമ്മീഷൻ ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഏറ്റവും വലിയൊരു റീസൺ എന്ന് പറയുന്നത് ഈ ഒരു ഉടമ്പടിയും കരാറും കാര്യങ്ങളൊക്കെ തന്നെയാണെന്നുള്ളത്. പക്ഷേ ഇവിടെയൊക്കെ അതായത് ജനങ്ങളുടെ ജീവനേക്കാൾ വലുതല്ലല്ലോ ഒന്നും എന്നുള്ളൊരു കാര്യം ആരും മനസ്സിലാക്കുന്നില്ല. പിന്നെ ഈ ഒരു ഡാമിനെ പറ്റിയുള്ള ഏറ്റവും വലിയൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ 50 വർഷമൊക്കെയാണ്, 50-60 വർഷങ്ങളാണ് ഒരു ഡാമിൻ്റെ പരമാവധി കാലാവധി എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നിടത്താണ് ഇപ്പം 129 വർഷമായിട്ട് ഈ ഒരു ഡാം നിലനിൽക്കുന്നതെന്ന് പറയുന്നത് നമ്മളെ പേടിപ്പിക്കുന്ന ഒരു ഘടകമാണ്. അപ്പം 129 വർഷം എന്ന് പറയുമ്പോൾ എത്രയോ വർഷങ്ങൾ പിന്നെയും പോയി. അതുപോലെ തന്നെ ആ ഡാം ആദ്യം ഉണ്ടാക്കിയത് ഉപയോഗിച്ച മിശ്രിതങ്ങളും കാര്യങ്ങളും ഒക്കെ അത് കാലപ്പഴക്കം ചെല്ലുന്തോറും നശിച്ചു പോകുന്ന സാധനങ്ങളാണ്. പിന്നെ അത് സിമെന്റ് ഉപയോഗിച്ചൊന്ന് ഇതാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും എന്നുള്ളത് ആ വിക്കിപീഡിയയിൽ തന്നെ അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പം ഇവിടെയൊക്കെ അതായത് ഇനി ഇതിന് ഒരു പരിഹാരമായിട്ടൊരു പുതിയ ഡാം പണിയുക എന്നുള്ള രീതിയിലൊക്കെയാണ് പലരും ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്നതൊക്കെ വിക്കിപീഡിയയിൽ കണ്ടിട്ടുള്ളത്. അത് എന്നിട്ട് ഈ ഒരു ഡാം നിർജീവമാക്കുക എന്നുള്ള രീതിയിലൊക്കെയാണ്. സോ ഇപ്പം ഏറ്റവും കൂടുതൽ ഇത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ്. നമുക്ക് ശക്തമായ മഴകളും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അതായത് ഒരു ദിവസം പോലും പേടിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലേക്കാണ് പല കാര്യങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തത്. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എല്ലാ ആൾക്കാരും ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് എന്നൊക്കെ പലരിലും ചിന്ത ഉയർത്തിയേക്കാം. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു മെയിൻ കാര്യങ്ങൾ. ഇപ്പം നിങ്ങൾ ചരിത്രത്തിലൂടെ അല്ലെങ്കിൽ ആ പഴയ കാര്യങ്ങളിലൂടെ പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഭീകരത കാര്യങ്ങളൊക്കെ മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതൊരിക്കും ബൈ ഗൈസ്.